ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ നമുക്ക് ലാസ്റ്റ് വീക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു വാറൻ്റിയൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ട് മാർക്കറ്റ് കുറച്ച് വോൾട്ടൈൽ ആയിരുന്നു. അതായത് ഒരു പിടികെട്ടാത്ത പോലെ ആയിരുന്നു പോയിരുന്നത്. ചെറിയ ചെറിയ ലോസുകൾ എനിക്കും വന്നിരുന്നു. പക്ഷെ എന്നാലും ഓവറോൾ ഒരു 1 മന്ത്, ഇപ്പം ജൂൺ കഴിഞ്ഞു, ജൂലൈ സ്റ്റാർട്ട് ചെയ്തു. സോ 1 മന്ത് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. സോ നമുക്ക് ഇനി ഗോൾഡ് എങ്ങനെയാണ് പോകുന്നത്, അതായത് നമ്മൾ ഓൾറെഡി മുമ്പ് ഗോൾഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ചെയ്തിരുന്നു. എങ്ങനെയാണ് അനാലിസിസ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ എല്ലാം ഞാൻ ചെയ്തിരുന്നു. സോ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും അത് പോയി കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇനി ഈ വീക്ക് എങ്ങനെയാണ് ഗോൾഡ് മൂവ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് പോകാനുള്ള പ്ലാൻ ഉള്ളത് എന്നെല്ലാം നമുക്ക് നോക്കാം. സോ അതിനു മുമ്പ് നിങ്ങളിപ്പോൾ കുറേ പേരൊക്കെ വീഡിയോ കാണുന്നുണ്ട്, നമുക്ക് ബ്രോക്കർ റിലേറ്റഡ് ഡൗട്ട് എല്ലാം ചോദിച്ച് വരുന്നുണ്ട്. സോ പുതിയ ആളുകളാണെങ്കിൽ തീർച്ചയായും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറെ കുറിച്ച്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായും അതിൽ കയറി നോക്കാം. ബ്രോക്കറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. അതായത് ഏതൊക്കെ തരം അക്കൗണ്ട്സ് ഉണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ. സോ അത് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ നിങ്ങൾക്ക് വന്ന് മെസ്സേജ് അയക്കാം. സോ എങ്ങനെയാണ് നമ്മുടെ ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഗോൾഡിൻ്റെ 4 ഹവറിൻ്റെ ചാർട്ടാണ്. സോ ആക്ച്വലി നമുക്കിത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് മാർക്കറ്റായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ ചെറിയൊരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഹൈ ഇവിടെ ലോ ഉണ്ടെങ്കിലും ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ താഴേന്ന് ഇതൊരു ഡിമാൻഡ് സോണായിട്ട് വന്നിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നൊരു ബൈ പോയി വീണ്ടും ആ ഒരു റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു ബൈ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഡിമാൻഡ് സോണായിട്ട് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് സാറ്റർഡേ മാർക്കറ്റ് ലീവാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ദിവസം സാറ്റർഡേ ആണ്. ഇന്ന് മാർക്കറ്റ് ലീവാണ്. സോ മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് ചെറിയൊരു സെല്ലിലേക്ക് പോയ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും വന്ന് നിൽക്കുന്നത്. അതായത് ഒരു ചെറിയൊരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് വീണ്ടും വന്ന് നിൽക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഒരു ലോ എടുത്ത് പോയിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, കാരണം പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ചെറിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇവിടെ പ്രീവിയസ് ഹൈനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ചെറിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഓൾറെഡി തന്നിട്ട് താഴേക്ക് വന്നിട്ട് മാർക്കറ്റിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലുള്ള FVG ആൻഡ് ഇവിടെ ഒരു FVG ഇൻവേർഷൻ, അതുപോലെ ആ ഒരു FVG ഇൻവേർഷനും പിന്നെ തിരിച്ചിങ്ങോട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കും, ഇതെല്ലാം എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും കയറിപ്പോയത്. അതായത് FVGസിലേക്കൊക്കെ വന്നു. FVG ഇൻവേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ FVGസിൽ വന്നൊരു റിജക്ഷൻ തന്നു, FVG ഇൻവേർഷനിൽ വന്നു. അതിനുശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്കിലും കൂടി വന്നിട്ടാണ് മാർക്കറ്റ് താഴേക്ക് പോയത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആക്ച്വലി മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് പറയാത്തത്. ഓൾറെഡി SMC വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ മേ ബി ഇത് അപ് ട്രെൻഡിലേക്കുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആവാം. സോ അപ് ട്രെൻഡിലേക്കുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് എന്ത് തരും? ഇപ്പോൾ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു ഹൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലോ എടുത്തു, അതായത് ഇതൊരു ഹൈയും ഇതൊരു ലോയും ഇതൊരു ഹൈയും ആണെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു 50%, അതായത് ഇതിൻ്റെ 50, ഇപ്പോൾ നമ്മൾ ഗാൻ ബോക്സ് ഉണ്ടല്ലേ, ഗാൻ ബോക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് നമ്മുടെ
50% താഴെ വരുന്ന നമ്മുടെ ഡിസ്കൗണ്ട് സോണാണ്. ഇത് പ്രീമിയം സോണും ഇത് ഡിസ്കൗണ്ട് സോണും ഈ റെഡിൽ കാണുന്നത്. സോ ഈ ഡിസ്കൗണ്ട് സോണിൽ നിന്ന് ബൈ കയറുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് സോണിൽ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് ബൈയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ചാൻസസ് മാർക്കറ്റ് ബൈ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എങ്കിലും ഈ സോണിൽ നിന്ന് ഇപ്പോൾ ഒരു റിജക്ഷൻ കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബൈ ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ സോണിനെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ പോവുകയാണെങ്കിൽ, ക്യാൻഡിലെ ബോഡി പോവുകയാണെങ്കിൽ നമുക്ക് ബൈ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മേ ബി ഇവിടെ ചെറിയൊരു FVG ഉണ്ട്, ചിലപ്പോൾ അതൊന്നും എടുത്തിട്ടൊക്കെ വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ബൈ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും നമുക്ക് ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസുകൾ ഉണ്ട്. കാരണം ഒരുപാട് വട്ടം റെസിസ്റ്റൻസ് വന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് വന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോഴും നമുക്ക് ഈ പോയിൻ്റ് അവിടെ ബൈ പോകുമ്പോൾ ഒരു തടസ്സമായിട്ടുണ്ട്. വൺസ് അതും കൂടി ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ 15 മിനിറ്റ്സിലേക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്താണ് ഈ സോൺ വരെ ചെറിയ രീതിയിൽ സ്കാൽപ്പ് ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് 4 ഹവറിൽ തന്നെ ഇതിനെയും കൂടി ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് ടോപ്പ് വരെ ബൈ പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഈ ഒരു റേഞ്ച് വരെ പിന്നെ ബൈ പോകും. അതല്ല ഇതിനെ ബ്രേക്ക് ചെയ്തില്ല, പകരം ഇവിടെ നിന്ന് താഴോട്ട് തന്നെ ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഒരു റേഞ്ചിങ് മാർക്കറ്റ് പോലെ ഈ രണ്ട് വീണ്ടും താഴോട്ട് ഇറങ്ങും, ഇവിടെ എവിടെയെങ്കിലും നിൽക്കും. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരു ലോങ് ടൈമിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു സ്ട്രെയിറ്റ് മാർക്കറ്റായിട്ട് മാർക്കറ്റ് ഇതിൻ്റെ ഇടയിൽ നിന്ന് നിൽക്കാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 മിനിറ്റിലെ ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് മെത്തേഡുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആയിരുന്നു. അതായത് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ ആയിരുന്നു. ഓൾമോസ്റ്റ് ഇതൊരു ഫ്ലാഗ് പാറ്റേൺ പോലെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഫ്ലാഗ് പാറ്റേണിൻ്റെ ബ്രേക്കും കൂടിയാണ് ഇവിടെ കിട്ടിയത്. സോ ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള, അതായത് ഈ ഒരു പോയിൻ്റ് നിന്ന് ഈ ഒരു പോയിൻ്റ് വരെയുള്ള 122 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. സോ ഓൾമോസ്റ്റ് അത്ര തന്നെ ഈ ബ്രേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അക്കോർഡിംഗ് ടു പ്രൈസ് ആക്ഷൻ ഫ്ലാഗ് പാറ്റേൺ അതെന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ടോപ്പ് വരെയാണ് അത് പറയുന്നത്. സോ അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയതുകൊണ്ട് അപ്പിലേക്കുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു ചാൻസ് കൊണ്ട് മാത്രം നമ്മൾ എടുക്കുന്നില്ല. കാരണം നമ്മൾ ഇനി ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത പോയിൻ്റാണ്. ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കയറിയാലാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ബൈ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരെ എടുക്കാം, അതും കൂടി ബ്രേക്ക് ചെയ്താൽ ഇവിടം വരെ എടുക്കാം. സോ കണ്ടില്ലേ, ഈ വീക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ ഏകദേശം ഇതുപോലെയൊക്കെയാണ് പോവുക. സോ നമുക്ക് ഈ വീക്ക് എന്നല്ല എപ്പോഴും ഇത്തരത്തിലുള്ള രീതിയിലാണ് അനാലിസിസ് ചെയ്യേണ്ടത്. അതായത് മേജർ സോണുകൾ മാർക്ക് ചെയ്യുക, മേജറായിട്ട് എന്തൊക്കെ വരുന്നു മാർക്ക് ചെയ്യുക. അതെല്ലാം അവിടെ നിന്നായിരിക്കും മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ കിട്ടുക. അപ്പോൾ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും നിങ്ങൾക്ക് ഷോർട്ടർ ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ പറഞ്ഞ മേജർ സോണുകളൊക്കെ മനസ്സിൽ വയ്ക്കുക. എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൻ്റെ മേജർ സോണിൽ നിന്നാണ് റിയാക്ഷൻസ് മാർക്കറ്റിൽ വരിക. സോ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് മാത്രം എപ്പോഴും ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ ഇപ്പോൾ ഗോൾഡ് എപ്പോഴും പലരും ഇതുപോലെ ചോദിക്കാറുണ്ട് അനാലിസിസ് ഒക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.